അർജുന്റെ സഹോദരിയുടെ പരാതിയിൽ ലോറി ഉടമ മനാഫിനെതിരെ പോലീസ് കേസെടുത്തു എന്നതാണ് നിങ്ങളോട് ഇപ്പോൾ പങ്കുവയ്ക്കാനാവുന്ന ഒരു വാർത്ത. സമൂഹത്തിൽ ചേരിതിരിവുണ്ടാക്കാൻ ശ്രമം എന്ന ഗുരുതര വകുപ്പ് ഉൾപ്പെടെ ചുമത്തിയാണ് കേസ്. എന്നാൽ മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചിട്ടില്ല എന്നും വലിയ മാനസിക സംഘർഷത്തിലാണ് എന്നുമാണ് മനാഫിന്റെ പ്രതികരണം. ഇന്നലെ മാപ്പ് പറഞ്ഞതോടെ എല്ലാം അവസാനിച്ചെന്നാണ് കരുതിയതെന്നും മനാഫ് പറഞ്ഞു. വിവരങ്ങളുമായി നയൻതാര ചേരുന്നുണ്ട്. അതിനു മുൻപ് നമുക്ക് മനാഫിന്റെ പ്രതികരണം കേൾക്കാം. ഞാൻ മതങ്ങളെ യോജിപ്പിക്കാനാണ് പ്രവർത്തിക്കുന്നത്. ഒരിക്കലും ഇത് മതങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കുന്നത് മനാഫ് ഒരിക്കലും ചെയ്യൂല. യോജിപ്പിക്കുകയാണ്. അതായത് നമ്മൾ ആദ്യം മുതലുള്ള കാര്യമാണ്. ഇതൊരു എന്താ പറയുക, കമ്മ്യൂണൽ ഇഷ്യൂലേക്കോ അങ്ങനത്തെ പോയതെന്ന് തന്നെ ഞാൻ എല്ലാ സ്ഥലത്തും പറഞ്ഞു. ഇന്നലെ പത്രസമ്മേളനം നടത്തിയപ്പോഴും നമ്മൾ ആ കുടുംബത്തിനോട് അറിയാതെ ചെയ്തു പോയ, അറിഞ്ഞിട്ട് ഒരു കാര്യം ചെയ്തിട്ടില്ല. ഇനി എന്ത് കാര്യത്തിനും നമ്മൾ മൊത്തം ഫാമിലി ഇവിടെ നിന്നിട്ട് ഇന്നലെ പത്രസമ്മേളനത്തിൽ മാപ്പും പറഞ്ഞതാണ്. ഇപ്പോൾ ഒരു FIR ഇട്ടിട്ടുണ്ടെങ്കിലും എന്താ ഇപ്പം ചെയ്യുക? ഇത് പ്രതികരണം അപ്പം ഞാൻ ഇവർക്ക് എതിരെ പറഞ്ഞത്. വിവരങ്ങളുമായി നയൻതാര ചേരുകയാണ്. നയൻതാര, ഗുഡ് മോർണിംഗ്. ഇന്നലെ മാപ്പ് പറഞ്ഞതോടെ എല്ലാം അവസാനിച്ചു എന്ന് കരുതിയതാണെന്ന് മനാഫ് പറയുന്നു. മാത്രമല്ല, ഏത് തരത്തിലാണ് ഈ ചേരുതിരിവ് സൃഷ്ടിക്കാൻ മനാഫ് ശ്രമിച്ചതായി പറയുന്നത്, മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചതായി പറയുന്നത്? വിശദാംശങ്ങൾ പറയൂ നയൻതാര. ഗുഡ് മോർണിംഗ്. അതായത് മനാഫ് ഇന്ന് രാവിലെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നത് എന്നാണ് പറയുന്നത്. ഇന്നലെ വൈകിട്ട് കുടുംബം പരാതി നൽകുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചേവായൂർ പോലീസ് കേസെടുക്കുകയായിരുന്നു. FIR-ൽ പറയുന്നത് കുടുംബത്തിൻ്റെ മാനസികാവസ്ഥയെയും അതുപോലെ വൈകാരികതയെയും മനാഫ് ചൂഷണം ചെയ്തു എന്നാണ് FIR-ൽ പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ വഴി കുടുംബത്തെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു. അതായത് മനാഫ് ഒരുക്കിയ ഈ ഒരു സാഹചര്യമാണ് മതസ്പർദ്ധയിലേക്കും അതുപോലെ തന്നെ രാഷ്ട്രീയ വൈരാഗ്യത്തിലേക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നത് എന്നാണ് FIR-ൽ പറയുന്നത്. ഈ ഒരു വിഷയം മനാഫിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, അതായത് മതസ്പർദ്ധ വളർത്താൻ താൻ ശ്രമിച്ചിട്ടില്ല, എല്ലാം കൂട്ടിയോജിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അന്നും ഇന്നും എപ്പോഴും കുടുംബത്തോടൊപ്പമാണ് നിന്നിട്ടുള്ളത്. ഇനി അങ്ങനെ ആയിരിക്കും. തന്നെ കേസിൽ കൊടുക്കാൻ ശ്രമിച്ചാലും ഇനിയിപ്പോൾ ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ടാലും കുടുംബത്തോടൊപ്പം തന്നെ ആയിരിക്കുമെന്നാണ് മനാഫ് പറയുന്നത്. ഇന്നലെ മനാഫ് കുടുംബമൊത്ത് വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു. അതിനുശേഷം അർജുൻ്റെ കുടുംബത്തിനോട് വൈകാരികമായി സംസാരിച്ചതിൽ ക്ഷമാപണം നടത്തിയിരുന്നു. അതോടുകൂടി ഈ ഒരു വിഷയം അവസാനിക്കുമെന്നായിരുന്നു കരുതിയത്. കുടുംബം എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇനി പ്രതികരിക്കില്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. മോത്തി.